ഞാൻ ഇന്നൊരു യാത്ര പോവാണ്. യാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരേക്കൊന്നുമല്ല, ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഇടത്തേക്കാണ് പോകുന്നത്. എനിക്ക് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ കരുതി നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരാമെന്ന്. നമുക്ക് പോകാം. ഈ മഹാലോകത്തെ കാക്കേണേ തമ്പായേ, ആദിയും വ്യാധിയും മാറ്റേണേ തമ്പായേ. പരമശിവനില് കൂലിവാക എന്ന കാട്ടിലുള്ളൊരു സ്ത്രീക്ക് ഉണ്ടാവുന്നൊരു കുഞ്ഞു മോനാണ് വിഷ്ണുമായ എന്നാണ്. നമ്മൾ പോകുന്നത് ആവണങ്ങാട്ട് കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് കറക്റ്റ് 20 മിനിറ്റാണ് ആവണങ്ങാട്ട് അമ്പലത്തിലോട്ടുള്ളത്. അപ്പോൾ ഞാൻ വിഷ്ണുമായൻ്റെ അമ്പലത്തിൽ എത്തിയിട്ടോ. ബേസിക്കലി ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു. ചെറുപ്പം തൊട്ടേ എൻ്റെ അച്ഛനൊക്കെ എന്നെ ഭയങ്കര എത്തിസ്റ്റായിട്ടാണ് വളർത്തിയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് ജീവിതത്തിൽ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്യണം, ഈ കൊറോണ സമയത്തൊക്കെയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ഭയങ്കര വിഷമിച്ച് നിന്ന സമയത്താണ് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് വിഷ്ണുമായ സ്വാമീൻ്റെ അടുത്ത് വരുന്നത്. അന്ന് കൊറോണ സമയം ആയതുകൊണ്ട് ഈ അമ്പലം അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ ഗേറ്റിൽ ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് കുറേ നേരം കരഞ്ഞ് പ്രാർത്ഥിച്ചു. സത്യം പറയാലോ, ഞാൻ എന്തൊക്കെയാണോ പ്രാർത്ഥിച്ചത്, ഞാൻ കുറച്ച് പേപ്പേഴ്സൊക്കെ ബാക്കായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഗേറ്റിലിങ്ങനെ പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് പേപ്പേഴ്സൊക്കെ ഒന്ന് എഴുതി കിട്ടണേന്ന്. സത്യം പറയാലോ, അതിന് ശേഷമാണ് ഞാൻ ആ പേപ്പേഴ്സൊക്കെ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന അപ്പോൾ വിഷ്ണുമായ സ്വാമി എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ എന്നെ അനുഗ്രഹിക്കുക, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ ആരും ഇല്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് വിഷ്ണുമായി ഉണ്ടല്ലോ എന്നുള്ളൊരു ട്രസ്റ്റിൻ്റെ പുറത്തൊക്കെ ഞാൻ ജീവിച്ചിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ എൻ്റെ ലൈഫിലുണ്ട്. സോ ഞാനൊരു അനുഭവസ്ഥയായിട്ടോ ആണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വിഷ്ണുമായ നിങ്ങൾക്ക് തരും. അതുമാത്രമല്ല, നിങ്ങളുടെ കൂടെ എന്നും കൂട്ടായിട്ട് വിഷ്ണുമായ ഉണ്ടാവും. വിഷ്ണുമായ ഭഗവാന്റെ ബേസിക് ഐതിഹ്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും പറയുന്നത് ശിവനുണ്ടല്ലോ, പരമശിവന് കൂലിവാക എന്ന ഒരു സ്ത്രീയോട് പ്രണയം തോന്നുകയും ശേഷം കൂലിവാകയിലുണ്ടാകുന്ന കുഞ്ഞാണ് വിഷ്ണുമായ എന്നാണ് എല്ലാവരും പറയുന്നത്. അകത്ത് അവിടെയാട്ടോ വിഷ്ണുമായ ഉള്ളത്. നമുക്ക് ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലേ. അങ്ങനെ വിഷ്ണുമായനെ തൊഴുതു. സത്യം പറഞ്ഞാൽ ഭയങ്കര മനസ്സമാധാനമാണ്. ഒരു കുറച്ച് നേരം വിഷ്ണുമായൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയാണ്, നിങ്ങൾക്ക് ആത്മവിശ്വാസവും ബലവും എല്ലാം വിഷ്ണുമായ തരും. നിങ്ങളെന്താണോ പ്രാർത്ഥിക്കുന്നത് അത് വിഷ്ണുമായ തരും. ഞാനിവിടെ വന്നാൽ കരയാതെ പോകാറില്ല, കാരണം അത്രയും സ്നേഹമാണ് വിഷ്ണുമായനോട്. നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിഷ്ണുമായൻ്റെ അടുത്ത് വരിക, പ്രാർത്ഥിക്കുക. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വിഷ്ണുമായ എന്തായാലും നിങ്ങൾക്ക് തരും.